ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ദൈവസഭ എന്നുള്ള വിഷയമാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. 13-ാമത്തെ വാക്യം, യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. 14-ാമത്തെ വാക്യം, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് കർത്താവ് ജനങ്ങളുടെ മധ്യേ ആയിരിക്കുമ്പോൾ അവർ യേശുക്രിസ്തുവിനെ ആരായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഇപ്പോൾ ശിഷ്യന്മാർ പുരുഷാരത്തിൻ്റെ അഭിപ്രായങ്ങൾ യേശുക്രിസ്തുവിനോട് പറയുകയാണ്. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, മറ്റു ചിലർ ഏലിയാവെന്ന്, വേറെ ചിലർ ഇരമ്യാവെന്ന്, മറ്റു ചില ആളുകൾ പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് ഒക്കെ യേശുവിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരോടായിട്ട് അവരുടെ അഭിപ്രായം ചോദിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരുടെ അഭിപ്രായം യേശുക്രിസ്തുവിനെക്കുറിച്ച് എന്താണ്, അതാണ് അവിടുന്ന് ചോദിക്കുന്നത്. അതിൻ്റെ മറുപടിയാണ് പത്രോസ് പറയുന്നത്, യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഈ മറുപടി കേട്ടിട്ട് യേശുക്രിസ്തു പത്രോസിനോടായിട്ട് പറയുകയാണ്. 17-ാമത്തെ വാക്യം, യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പാകെ അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന മറുപടി പത്രോസ് നൽകുമ്പോൾ യേശുക്രിസ്തു പത്രോസിനോടായിട്ട് പറയുന്നു, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പത്രോസിനോട് പറയുന്നു, മറ്റാരുമല്ല, മാനുഷികമായ അറിവുകളല്ല, വ്യക്തിപരമായി എന്തെങ്കിലും നിർദ്ദേശം കിട്ടിയതുകൊണ്ടല്ല,
അതിലൊക്കെ ഉപരിയായി യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള ആ അറിവ് തുറന്ന് കിട്ടിയത്, വെളിപ്പെട്ട് കിട്ടിയത് പിതാവായ ദൈവത്താലാണ്. അപ്പോൾ പിതാവായ ദൈവത്താലാണ് യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള വെളിപ്പാട് ഏതൊരു വ്യക്തിക്കും ലഭ്യമാകുന്നത്. അപ്പോൾ ആ വെളിപ്പാട് കിട്ടിയ പത്രോസിനോട് 18-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞ പത്രോസിനോട് യേശുക്രിസ്തു പറയുകയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നോക്കണമേ, ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, യേശുക്രിസ്തു വ്യക്തമായി പറയുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ എൻ്റെ സഭ, കർത്താവ് പറയുകയാണ്. അപ്പോൾ ഓർക്കുക, ദൈവസഭ യേശുക്രിസ്തുവിൻ്റേതാണ്. അതിനെ പണിയുന്നത് യേശുക്രിസ്തുവാണ്. ഇത് നമ്മൾ വളരെ ഗഹനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയമാണ്. ദൈവസഭ കർത്താവിൻ്റെതാണ്. ആ സഭയെ പണിയുന്നത് കർത്താവ് തന്നെയാണ്, യേശുക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ദൈവസഭയുടെ പണിയെ നിർത്തലാക്കുവാൻ, തകർക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. മാനുഷിക ശക്തികൾക്കും സാധ്യമല്ല, സാത്താന്യ ശക്തികൾക്കും സാധ്യമല്ല. ഒരു ശക്തികൾക്കും യേശുക്രിസ്തുവിൻ്റെ സഭയുടെ പണിയെ തകർക്കുവാൻ സാധ്യമല്ല. അതാണ് കർത്താവ് പറയുന്നത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, യേശുക്രിസ്തു പറയുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മിലേത്തോസിൽ നിന്ന് പൗലോസ് എഫെസോസിലേക്ക് സഭയിലെ മൂപ്പന്മാരെ വരുത്തിയിട്ട് അവരോട് ദൈവവേലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതിൻ്റെ മധ്യേ ദൈവസഭ എന്താണ്, ദൈവസഭ ആരുടേതാണ് എന്നുള്ളത് പരിശുദ്ധാത്മാവിൽ പൗലോസ് അവിടെ പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20:28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ, ആ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ
അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവാൻ. അപ്പോഴിവിടെ യേശുക്രിസ്തുവാണ് സ്വന്തം രക്തത്താൽ ദൈവസഭയെ സമ്പാദിച്ചത്. അത് ദൈവത്തിൻ്റെ സഭയാണ്. ആ സഭയെ മേയ്പ്പാൻ അപ്പോസ്തലന്മാരെ, ശുശ്രൂഷകന്മാരെ അധ്യക്ഷരാക്കി വച്ചിരിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച കാര്യം ഇതാണ്, കേട്ട കാര്യം ഇതാണ്. ദൈവസഭ യേശുക്രിസ്തു സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ്. ഈ വസ്തുതയോട് എത്രത്തോളം നമ്മൾ നീതി പുലർത്തുന്നു എന്നുള്ളതാണ് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലും ശുശ്രൂഷയുള്ള ബന്ധത്തിലും നമുക്ക് എത്രത്തോളം ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഇടയാകും എന്നുള്ളതിൻ്റെ ആധാരം. നോക്കണം, ഇവിടെ നമ്മൾ കേട്ടു ദൈവസഭ യേശുക്രിസ്തുവിൻ്റേതാണ്, അതിനെ സമ്പാദിച്ചത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ഇവിടെ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പത്രോസിനോട് പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ ഇവിടെ നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ഈ പാറ എന്താണ്? അനേകർ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ പഠിപ്പിക്കുന്നുമുണ്ട്, ഈ പാറ പത്രോസാണെന്ന്. പക്ഷേ പത്രോസിന് പാറക്കഷണം എന്നൊരർത്ഥം മൂലഭാഷയിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ പത്രോസിനെ വ്യക്തിപരമായി ഇവിടെ പാറമേലെന്ന് പറയുമ്പോഴും ആ വ്യക്തി എന്നുള്ളതിനപ്പുറമായിട്ട് ദൈവത്താൽ പത്രോസിന് തുറന്നു കിട്ടിയ വെളിപ്പാടാണ് പാറ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ആ തുറന്നു കിട്ടിയ വെളിപ്പാട്? യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, അയക്കപ്പെട്ടവനാണ്. അതാണ് ആ പാറ, ആ അറിവ്. നോക്കണം, പത്രോസിനെ പാറ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മുമ്പോട്ട് വായിക്കുമ്പോൾ മറ്റു ചില വസ്തുതകൾ നമുക്ക് പരിശോധിക്കാൻ കഴിയും. 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ നീ പത്രോസാകുന്നു എന്ന് തുടങ്ങി 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് യേശുക്രിസ്തു അവിടെ പത്രോസിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത്തരത്തിൽ യേശുക്രിസ്തു പത്രോസിനോട് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ശിഷ്യന്മാരോടായിട്ടെല്ലാം കർത്താവ് ഇത് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 18-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, മത്തായി സുവിശേഷം
18-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ ശിഷ്യന്മാരോടായിട്ട് പൊതുവെ യേശുക്രിസ്തു ഈ പ്രസ്താവന നടത്തുകയാണ്. മത്തായി സുവിശേഷം 18-ാമത്തെ അധ്യായം 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് പിഴച്ചാൽ എങ്ങനെ അതിന് ക്രമീകരണം വരുത്തണം എന്ന് യേശുക്രിസ്തു വ്യക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശിഷ്യന്മാരോടായിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അപ്പോൾ ഇത് കേവലം പത്രോസിനോടായിട്ട് മാത്രം കൊടുക്കുന്ന ഒരധികാരമല്ല, മറിച്ച് ശിഷ്യന്മാർക്ക് എല്ലാവർക്കുമായിട്ട് നൽകുന്നൊരധികാരമാണ്. അതും ഓർക്കണം, ഇവിടെ മത്തായി സുവിശേഷം 18-ാമത്തെ അധ്യായം 17 മുതൽ വായിക്കുമ്പോൾ അതൊരു നിരപ്പിൻ്റെ ശുശ്രൂഷയുടെ കാര്യമാണ് പറയുന്നത്. എന്തെങ്കിലും ഇടർച്ചയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സഹോദരനോട് പോയി നിരക്കുക. ആ രീതിയിൽ ഇവിടെ നിരന്നില്ല എങ്കിൽ, ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് സ്വർഗത്തിലും ബാധിക്കും എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവ് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് നടത്താനും സ്വയം ദൈവകൃപയിലേക്ക് മുന്നേറാനുമുള്ള ഒരു പ്രബോധനമായിട്ടാണ് കർത്താവ് ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ നമ്മൾ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കിട്ടും, ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും കയ്പോ പിണക്കമോ ഈർഷ്യോ ഒക്കെ ഉണ്ടെങ്കിൽ നാം അതിവിടെ തന്നെ ക്രമീകരിച്ച് അത് നമ്മുടെയും മറ്റുള്ളവരുടെയും നിത്യതയെ ബാധിക്കാതെ വണ്ണം നാം സൂക്ഷിക്കണമെന്നാണ് കർത്താവ് അവിടെ വിവക്ഷിക്കുന്നത്, വ്യക്തമാക്കുന്നത്. നോക്കണമേ, മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. 22-ാമത്തെ വാക്യം, പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. 23-ാമത്തെ വാക്യം, അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്കിടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണമേ, മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് യേശുക്രിസ്തുവിൽ നിന്ന് കേട്ട പത്രോസ് യെരുശലേമിൽ ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിന് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ച് വിവരിക്കുമ്പോൾ കർത്താവിനെ വേറിട്ട് നിർത്തി പറയുന്നു, കർത്താവേ, അങ്ങയ്ക്ക് അങ്ങനെയൊന്നും സംഭവിക്കരുത്. അപ്പോൾ യേശുക്രിസ്തു അവനോട് പറയുന്നു, മത്തായി സുവിശേഷം 16-23,
പത്രോസിനോട്, സാത്താനേ, എന്നെ വിട്ടുപോ, നീ എനിക്കിടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ 16-ാമത്തെ വാക്യത്തിൽ ഈ പാറമേൽ നീ പത്രോസാകുന്നു എന്നുള്ള വിളി കേട്ട അതേ പത്രോസ് 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സാത്താനേ, എന്നെ വിട്ടുപോ എന്നുള്ള വിളിയും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാടിനപ്പുറമായിട്ട് പത്രോസിൻ്റെ വ്യക്തിപരമായ ഗുണങ്ങളോ കഴിവുകളോ നോക്കിയല്ല കർത്താവ് അവനെ പത്രോസ് എന്ന് വിളിക്കുന്നത്. കർത്താവ് ദൈവസഭയുടെ പണി അവരെ ഏൽപ്പിക്കുവാൻ തയ്യാറാകുന്നതും. ഇത് നമ്മൾ ഗ്രഹിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോക്കണം, ഇവിടെ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പത്രോസിന് മറ്റ് ശിഷ്യന്മാരെക്കാൾ യാതൊരു പ്രത്യേകതയും യേശു കർത്താവ് കാണുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. നോക്കണമേ, ഈ 18-ാമത്തെ വാക്യത്തെ ആധാരമാക്കി പത്രോസ് മറ്റുള്ളവരെക്കാൾ എന്തൊക്കെയോ പ്രത്യേകത ഉള്ളയാളാണ്, അതുകൊണ്ടാണല്ലോ അങ്ങനെ ദൈവസഭയുടെ പണിയുടെ ദൗത്യം ഏൽപ്പിച്ചതെന്ന് നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മറ്റുള്ള ശിഷ്യന്മാരെക്കാൾ അധികമായിട്ട് യാതൊരു പ്രത്യേകതയും യേശുക്രിസ്തു പത്രോസിലും കാണുന്നില്ല. കാരണം ദൈവസഭയുടെ പണി കർത്താവ് ശിഷ്യന്മാരെ മുഴുവനായിട്ട് ഏൽപ്പിക്കുകയാണ്. പത്രോസിന് യാതൊരുവിധമായ തെറ്റും സംഭവിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. പത്രോസിൻ്റെ ജീവിതത്തിൽ കർത്താവിനുള്ള ബന്ധത്തിൽ അനേകമായ പിന്മാറ്റങ്ങൾ വന്നേ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ സാരം, പാറ പോലെ ഉറച്ച അല്ലെങ്കിൽ ഒരു തെറ്റും വരാതെ വണ്ണം കർത്താവിനെ പിൻപറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നില്ല പത്രോസ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുമ്പോൾ കർത്താവ് അർത്ഥമാക്കുന്നത് പത്രോസിന് പിതാവായ ദൈവത്താൽ ലഭിച്ച വെളിപ്പാടാണ്. നോക്കണം, മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 69 മുതൽ 75 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം 69 മുതൽ 75 വരെയുള്ള വാക്യങ്ങൾ, അവിടെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യഹൂദന്മാർ യേശുക്രിസ്തുവിനെ പിടിക്കുമ്പോൾ ആ രാത്രിയിൽ 3 പ്രാവശ്യം പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാനായിട്ട് കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 69 വരെയുള്ള വാക്യങ്ങൾ. അതേ ഭാഗം തന്നെ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 66 മുതൽ 72 വരെയുള്ള വാക്യങ്ങളിൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തെ അല്ല യേശുക്രിസ്തു പാറയെന്ന് അഭിസംബോധന ചെയ്തത്. പ്രത്യുത
പിതാവായ ദൈവത്താൽ പത്രോസിന് തുറന്നു കിട്ടിയ വെളിപ്പാടാണ്. പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത യാഥാർത്ഥ്യത്തെയാണ് യേശുക്രിസ്തു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഈ കാലഘട്ടത്തിലും ഈ വെളിപ്പാട് പ്രാപിച്ചവരിലൂടാണ് കർത്താവ് ദൈവസഭയുടെ പണിയെ ചെയ്യുന്നത്. ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ വെളിപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സഭയുടെ യജമാനൻ യേശുക്രിസ്തുവാണെന്ന് ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് വിളിക്കൊത്തവണ്ണം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, അതേസമയം തന്നെ വിശുദ്ധിയിൽ ഒരുങ്ങുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം അതിനായിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മളെ അതിനുവേണ്ടി ദൈവം ഒരുക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.